ഫാദറിനിലോ തലയിൽ മുണ്ടിട്ട് ഒളിച്ചു പോയതുപോലെയല്ല ഞാൻ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരെ കണ്ടത്, അല്ലെങ്കിൽ നേതാക്കളെ കണ്ടത്. എന്നോട് സമയം ചോദിച്ചു, എൻ്റെ ഓഫീസിൽ വരാൻ പറഞ്ഞു, എന്നെ കണ്ടു. ഞാൻ കോൺഗ്രസിന്റെയും UDF-ന്റെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എന്നെ വന്ന് കാണണമെന്നുള്ളവർ കാണും, അനുവാദം ചോദിക്കും, ഞാൻ അനുവാദം കൊടുക്കും, കാണും. അതുകൊണ്ട് റിയാസ് ആദ്യം അമ്മായിയപ്പനോട് പോയി ചോദിക്കുക, കൃത്യമായ മറുപടി. എനിക്ക് തോന്നുന്നു റിയാസിന്റെ ജീവിതത്തിൽ ഇതുപോലൊരു മറുപടി റിയാസിന് ആരും കൊടുത്തിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് CPM തോറ്റ് തുന്നം പാടി അമ്മായിയപ്പൻ പാർട്ടിയെ തൊലച്ച് കയ്യിൽ വച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു മറുപടി VD സതീശന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വിസ്മയം. അതായത് റിയാസിനെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് സതീശൻ, അല്ലേ? അപ്പൊ RSSുമായിട്ട് VD സതീശന് ബന്ധമുണ്ട് എന്നുള്ള ആരോപണം സത്യമാണ്, അല്ലേ? അതുകൊണ്ടാണല്ലോ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളുമായിട്ട് ആ VD സതീശൻ പറയില്ല. അപ്പോ VD സതീശൻ പക്ഷേ അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ സതീശൻ പിന്നെ പരസ്യമായിട്ടേ കാണൂ, രഹസ്യമായിട്ട് കാണില്ല. അതാണ് ആർജവം. അങ്ങനെ വേണം. RSS നേതാക്കൾ എന്ന് പറയുന്നത് തൊട്ടുകൂടാത്തവരല്ല, അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തേണ്ടവരല്ല. അതാണ് പറയുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണണം. ഒഫീഷ്യലായിട്ട് അവർ ചോദിക്കുന്നു, ഒഫീഷ്യലായിട്ട് പറയുന്നു നിങ്ങൾ വന്ന് കണ്ടോളൂ. മുഖ്യമന്ത്രി അതിനുള്ള ഒരു സമയം കൊടുക്കും. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ചേംബറിന് പുറത്ത് ഇവർ വെയിറ്റ് ചെയ്തതിനു ശേഷം ആ സമയത്ത് ഇവർക്ക് അകത്ത് കയറി കാണാം. അങ്ങനെ കാണുന്നത് ഒളിച്ചും പാത്തുമല്ല. ഹിന്ദു ഐക്യവേദിക്ക് അവരുടേതായ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ സാവരിയ ബസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ പല പ്രശ്നങ്ങളും മുഖ്യമന്ത്രിയെ ധരിപ്പിക്കണം. ഇന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല, കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അർഹമായ പരിഗണന കിട്ടുന്നില്ല. അപ്പൊ മുഖ്യമന്ത്രി എന്ത് പറയും? നിങ്ങളുടെ ആ കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കും, ഇനി നിങ്ങൾ അത് റിട്ടേൺ ആയിട്ട് തരിക, എന്നിട്ട് ഞാനത് പരിശോധിക്കാം, അതിനുശേഷം നിങ്ങൾക്ക് മറുപടി തരാം. ഇതാണല്ലോ ചെയ്യുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ എല്ലായ്പ്പോഴും RSSനെ കുറ്റം പറയുന്നു, BJPയെ കുറ്റം പറയുന്നു, ഇവർ തൊട്ടുകൂടാത്തവരാണ്, തീണ്ടിക്കൂടാത്തവരാണെന്ന് പറയുന്നു. പക്ഷേ ചില കാര്യങ്ങൾക്ക് വേണ്ടി രഹസ്യമായിട്ട് പോയി ഈ BJPയുടെ RSSന്റെ നേതാക്കളെ കാണാമല്ലോ. അതിനു വേണ്ടിയിട്ട് തൻ്റെ വിശ്വസ്തൻ എന്ന് പറയുന്ന അന്നത്തെ ഒരു ADGPയെ പറഞ്ഞു വിടാമല്ലോ. ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ് പറയുന്നു, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഹിന്ദു ഐക്യവേദിയുടെ BJPയുടെ RSSന്റെ നേതാക്കൾ നിരങ്ങി നടക്കുകയാണെന്ന്. നിരങ്ങി നടന്നോട്ടതേ. റിയാസ് പറയാണ്, എൻ്റെ കാലത്ത്, അതായത് LDF ഭരണകാലത്ത് ഇത്തരത്തിൽ BJPയുടെ നേതാക്കളെ ഒന്നും ഞങ്ങൾ ആ പരിസരത്തേക്ക് പോലും അടുപ്പിച്ചില്ല. അതെങ്ങനെയാണ് റിയാസിന് പറയാൻ കഴിയുക? റിയാസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മന്ത്രിയാ, പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. അവിടെ ഈ SDPയുടെ നേതാക്കളായാലും ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളായാലും CPMന്റെ ആയാലും RJDയുടെ ആയാലും ഏത് പാർട്ടിയുടെ നേതാക്കൾ വന്നിച്ച് ഒന്ന് കാണാൻ അനുവാദം ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ അനുവാദം ചോദിച്ച് അവിടെ ചെന്ന് കാണുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടെ റിയാസ് പറയുന്നു RSSന്റെ നേതാക്കൾ തിണ്ണനിരങ്ങി നടക്കുകയാണെന്ന്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ നമുക്കറിയാലോ, കോൺഗ്രസിന്റെ നേതാക്കളെ മുട്ടിയിട്ട് അങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല. ഓരോ മന്ത്രിമാരുടെ ഓഫീസിലും MLAമാരുടെ ഓഫീസിലും. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് മുഹമ്മദ് റിയാസ് ഇത്രയും കടുത്ത ആക്ഷേപം ഉന്നയിക്കുന്നു, ഒരു മോശം പരാമർശം ഉന്നയിക്കുന്നു. പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന ആൾ മുഖ്യമന്ത്രിയാണ് എന്നതിനപ്പുറത്തേക്ക് ഒരു മികച്ച പൊളിറ്റിക്കൽ ലീഡറാണ്. കാരണം ഉരുളയ്ക്കുപ്പേര് പോലെ മറുപടി പറയാൻ പറ്റും. അതുകൊണ്ട് റിയാസിനോട് പറയുന്നു, നിങ്ങളുടെ അമ്മായിയപ്പൻ തലയിൽ മുണ്ടിട്ട് പോയി കണ്ടതുപോലെയല്ല, പരസ്യമായിട്ട് എൻ്റെ ഓഫീസിൽ എൻ്റെ ചേംബറിൽ ഇരുന്നാണ് ഞാൻ കാണുന്നത്. അതിനെന്താ റിയാസേ? ഞാൻ UDFന്റെ മാത്രം മുഖ്യമന്ത്രി അല്ലല്ലോ, ഞാൻ കോൺഗ്രസിന്റെ മാത്രം മുഖ്യമന്ത്രി അല്ലല്ലോ. എത്ര കൃത്യമായ മറുപടി! അല്ല, അവിടെയും മറുപടി ഉണ്ട്. റിയാസ് മറന്നുപോയെങ്കിൽ നമുക്കൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കാം. ഈ ശ്രീഎമ്മിനാണോ, ശ്രീഎം അദ്ദേഹത്തിനല്ലേ മറ്റേ ഭൂമിയൊക്കെ പതിച്ചു കൊടുത്ത് വലിയ വിവാദമൊക്കെ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറിനെ പോയി EP ജയരാജന്റെ വീട്ടിലല്ലേ പ്രകാശ് ജാവ്ദേക്കർ പോയി കണ്ടത്. Z കാറ്റഗറിയുള്ള ഒരു പദവി തന്നാൽ ഞാൻ പിന്നെ നിങ്ങളോടൊപ്പം വരാമെന്ന് EP ജയരാജൻ പറഞ്ഞുവെന്നും പിന്നീട് അത് ശോഭാ സുരേന്ദ്രൻ, ഒരു CPMന്റെ മുതിർന്ന നേതാവ്, BJPയിലേക്ക് വരാൻ നിൽക്കുന്നു എന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞതും പ്രകാശ് ജാവ്ദേക്കർ ചായ കുടിക്കാനായി തന്റെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞത് EP അല്ലേ? എന്താ പ്രകാശ് ജാവ്ദേക്കർ BJP നേതാവല്ലേ? റിയാസ് മറന്നുപോയതാണോ? റിയാസ് മറന്നുപോയല്ല. റിയാസിന് ഇപ്പൊ ഈ സമൂഹത്തിൽ നിലനിൽക്കും. ഞാനിതാ ഒരു MLA അല്ല, അതുകൊണ്ടല്ല സിനിജി, റിയാസിന് ഇപ്പൊ ഓർക്കാൻ സമയമില്ല. കാരണം ഭാര്യ എന്ന് പറയുന്ന തൈക്കണ്ടി എപ്പോ വേണമെങ്കിലും ED കൊണ്ടുപോവാം. അമ്മായിയപ്പൻ പിന്നെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്, ഏത് സമയത്തും വിടാം. ആ ലെവലിൽ നിൽക്കുന്ന അമ്മായിയമ്മ എപ്പോഴേ പോയി. അപ്പൊ അതിൽ നിൽക്കുമ്പോ റിയാസിന് ഇതിന്റെയൊക്കെ ഇടയിൽ റിയാസ് ഇതൊക്കെ ചിന്തിക്കാനും ഇതൊക്കെ ഓർമ്മിക്കാനും എവിടെയാണ് സമയം? ഇല്ലെങ്കിൽ സതീശൻ കോൺഗ്രസ് ഓർമ്മിപ്പിച്ചു കൊടുക്കും അവരെ, ഇങ്ങനെയൊക്കെ നിങ്ങളെ കാലത്ത് നടന്നിട്ടുണ്ട്. സിനിജി തുടക്കത്തിൽ പറഞ്ഞതുപോലെ RSSും BJPയും എന്നൊക്കെ പറയുന്നത്, ഇവിടുത്തെ RSS എന്ന് പറയുന്നത് ഒരു സ്വയം സേവ സംഘടനയാണ്. BJP എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടിക്ക് ഇന്ത്യയിലെ ജനങ്ങൾ അയിത്തം കൽപ്പിക്കാത്തിടത്തോളം കാലം റിയാസും പിണറായി അയിത്തം കൽപ്പിച്ചാൽ, പിണറായി അയിത്തം കൽപ്പിക്കില്ല. കാരണം പിണറായിയുടെ പല ലാവലിൻ കേസൊക്കെ 38 തവണ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം.
പിന്നെ ED പിന്നെ മകളെ പൊക്കിക്കൊണ്ട് പോവാത്തതിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. നിർമ്മലാ സീതാരാമനെ പോയി കണ്ട് അപ്പവും പിന്നെ സ്റ്റൂവും കഴിച്ചിട്ട് വന്നതിന്റെ പിന്നിലെ രഹസ്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ റിയാസ് ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ തപ്പി പറക്കി എടുത്തുകൊണ്ട് എന്ന് മാധ്യമങ്ങളും പിന്നെ സൈബർ പോരാളികളും ഒക്കെ വരുമെന്നുള്ളത് മരുമകൻ പുതിയാപ്പിള അവരെ കണ്ണിലും മരണം വരെ ഇവരൊക്കെ പുതിയാപ്പിളമാരാണല്ലോ. പുതിയാപ്പിള ഒന്ന് ആലോചിച്ചാൽ നല്ലത്. ഇല്ലെങ്കിൽ EPയോടൊക്കെ ഒന്ന് പോയി ചോദിക്ക്, എന്തിനാണ് BJPക്കാർ വന്നത്, എന്തിനാണ് MR കുമാർ മസ്കറ്റ് ഹോട്ടലിൽ, നമ്മൾ പറയുന്നതല്ല സതീശ പറയുന്നതാണ്, മസ്കറ്റ് ഹോട്ടലിൽ MR കുമാർ അല്ല പിണറായി തന്നെയാണ് മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പോയി എന്ന് സതീശൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ തിരിച്ച് മറുപടി പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാവണം. കാരണം നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ, കയ്യിൽ സാധനമുണ്ടോ? സാധനം ഇല്ല. സാധനം ഇല്ലാത്തിടത്തോളം കാലം വായും വെച്ചോണ്ട് അങ്ങോട്ട് മിണ്ടായിരിക്കുന്നതാണ് റിയാസിന് നല്ലത്. അപ്പൊ RSSുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു തൊട്ടുകൂടായ്മയും ഇല്ല എന്ന് VD സതീശൻ പറഞ്ഞ വളരെ കൃത്യമായ തന്നെ പറഞ്ഞ പോലെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ആ BJP എന്ന് പറയുന്നത് സംഘപരിവാർ എന്ന് പറയുന്നത് വലിയൊരു സംഘടനയുടെ പോഷക പാർട്ടികളോ സംഘടനകളോ ഗ്രൂപ്പുകളോ ഒക്കെ ആണെന്ന് പറയാം. മാത്രമല്ല ഇന്ത്യ ഭരിക്കുന്നു അതിന് അപ്പുറത്തേക്ക് ഈ കേരളത്തിൽ ഭരിക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ, 10-27 സ്റ്റേറ്റുകളിൽ ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ BJPയുടെ മുന്നണിയാണ് ഭരിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ 3 പേര് MLA-മാരായിട്ട് BJPക്ക് എങ്ങനെ കിട്ടി? അതായത് കേരളീയ അതെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഇതുവരെ കരുതിയിരുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആകുമെന്നാണ്. പക്ഷെ ഈ ഇലക്ഷൻ വന്നപ്പോൾ എന്തു പറ്റി? BJP നേതാക്കൾ ജയിച്ചു കയറിയത് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. അത് അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ CPM-ലെ നേതാക്കൾ, ഇപ്പൊ കേരളമാണല്ലോ ഏക തുരുത്ത്, അവർക്ക് നിൽക്കക്കളി ഇല്ലാതെ വന്നാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ Z കാറ്റഗറി പോലെയുള്ള ഓപ്ഷൻസ് ചോദിച്ചു പോകാൻ തയ്യാറായിട്ടുള്ള ഒട്ടനവധി നേതാക്കളുണ്ട്. മാത്രമല്ല പിണറായി വിജയൻ ഉൾപ്പെടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നേതാക്കളെ ഉൾപ്പെടെ പാർട്ടിയിൽ നിന്ന് എടുത്തു കളയാനുള്ള കൃത്യമായ ചരടുവലികൾ നടക്കുന്നുണ്ടല്ലോ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് MV ഗോവിന്ദൻ വേണ്ട, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വേണ്ട, തുടക്കമൊക്കെ ഓക്കെ സമ്മതിച്ചു, ഒരു വർഷമൊക്കെ കഴിഞ്ഞു, മതി, ഇനി നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കുക. തലമുറ കൈമാറ്റം എന്ന് പറയുന്നത് അനിവാര്യമായ കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ മാറിയിരിക്കുക. നിങ്ങൾ മാറിയുള്ള പ്രശ്നം എന്താ? പിണറായി വിജയന് പവർ ഇല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് റിയാസിന് എന്ത് വില? മുഹമ്മദ് റിയാസും കരിവേപ്പിലയും. ജയറാമിന്റെ ഒരു സിനിമ ഉണ്ടത്, ഒരു പാട്ടുമുണ്ട്, അത് വിട്ടുപോയി സത്യം. അത് കറക്റ്റ് ഇവിടെ അനുയോജ്യമായ ഒരു പാട്ടാണത്. വിലയില്ലെങ്കിൽ എനിക്കെന്ത് വില എന്നും പറഞ്ഞ് പിന്നെ ഇവരെല്ലാരും കൂടെ ഉള്ള ഒരു സിനിമ, അത് വിടും. ആ സിനിമയിൽ ഇതുപോലെ തന്നെയാണ്, അമ്മായിയപ്പന് വിലയില്ലെങ്കിൽ മരുമോൻ എന്ത് വില, അതാണ്. അപ്പൊ എന്ന് പറയുന്ന പോലെ മുഹമ്മദ് റിയാസ് പിന്നീട് നിൽക്കകളില്ല. ഇവിടെ റിയാസ് ചില പ്രസ്താവനകളൊക്കെ നടത്തിക്കൊണ്ട്, അത് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് പിടിച്ചു ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാനാണ്. ഞാൻ ചത്തിട്ടില്ലടാ, ജീവനോടെ ഉണ്ടെന്നല്ലേ. അപ്പൊ മാത്രമല്ല റിയാസ് ചെന്ന് കയറിയതിനു ശേഷമാണോ ആ കുടുംബത്തിൽ ഇത്രയും ദുർഗതി ഉണ്ടായത്, അതോ റിയാസിനെ കൂടെ ആ ദുർഗതിയിൽ പെടുത്തിയതാണോ? മറുപടികളുണ്ടല്ലോ. ഇപ്പൊ ഈ CPM എന്ന് പറയുന്നത് ഒരു തമാശ ആയി പറയുന്നു പോകുന്ന ഒരു പാർട്ടിയായി മാറി അല്ലേ. പണ്ട് പിണറായി കണ്ണുരുട്ടുമ്പോ കേരളത്തിലെ ജനങ്ങൾ പേടിച്ചിരുന്നു. അത് പേടിയെന്ന് വെച്ചാൽ കൊട്ടേഷൻ കൊടുത്ത ആളുകളെ കൊല്ലു എന്നുള്ള പേടികൊണ്ടാണ്. നേതാക്കൾ മാത്രമല്ല CPM-ന്റെ നേതാക്കളും പേടിച്ചിരുന്നു. നേതാക്കൾ ഇതാരാ? പിണറായിയോ? ഏത് പിണറായി എന്നൊക്കെ പറയുന്നത്? 10-32 വാഹനങ്ങളുടെ അകമ്പടിയോടെ പോയിരുന്ന പിണറായി വിജയൻ നടന്നു പോകുന്നു. മാത്രമല്ല ബസ്സിൽ കയറാൻ ലിഫ്റ്റ് പിടിപ്പിച്ച മുഖ്യമന്ത്രിയാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പ്രശ്നം ഉണ്ടായപ്പോ മുണ്ടൊക്കെ മടക്കി കുത്തി നടന്നു പോയി. ഇത്രയൊക്കെ അങ്ങനെയല്ല, എനിക്ക് മുണ്ട് ഉടുക്കാനും അറിയാം, വേണമെങ്കിൽ മുണ്ട് മടക്കി കുത്താനും അറിയാം. ടൊവിനോ ഒരു സിനിമയിൽ പറയുന്നത് നടക്കാനും അറിയാം. ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പൊ മുഖ്യമന്ത്രി അപ്പൊ ഒന്നുകിൽ ഈ VD സതീശന്റെ കയ്യിൽ നിന്ന് ചീത്ത മേടിച്ച് അമ്മായിയപ്പന് കൊടുക്കുക എന്നൊരു ടാർഗറ്റ് കൂടി നേരിട്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്നെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് 2 ചെയ്തോ, ഇതിന്റെ മുഴുവൻ അങ്ങോട്ട് കിട്ടിക്കോളൂല്ലോ എന്ന് പറയുന്നത് പിണറായി കേൾപ്പിക്കേണ്ട കാര്യമുണ്ട്. അതെ, അപ്പം അമ്മായിയപ്പ എന്നാ നിങ്ങൾക്ക് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് 2 കേൾപ്പിച്ചാണോ? നമുക്കതും പറയാൻ പറ്റത്തില്ല. കാരണം എനിക്കൊരു പദവിതാ എന്ന് പറഞ്ഞാൽ പിന്നാലെ നടന്നിട്ട് ഇയാള് പദവിയും തന്നില്ല. പ്രതിപക്ഷ നേതാവാക്കാൻ പറ്റില്ല. PB അംഗത്തിൽ ഉള്ളവർക്കല്ലേ പ്രതിപക്ഷ നേതാവാൻ പറ്റൂ. സംസ്ഥാന സെക്രട്ടറി ആക്കി കൂടെ? അച്ഛൻ വിചാരിച്ചാൽ എന്നെ ഒന്ന് സംസ്ഥാന സെക്രട്ടറി ആക്കൂ. അതാണ് വിദ്യയാണ് ഇപ്പൊ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. അതിനും വലിയ വിദ്യ പിടിച്ചിരുത്താൻ. അപ്പൊ മുഹമ്മദ് റിയാസ് വെറുതെ ഏറ് കൊടുത്ത് അല്ല വടി കൊടുത്ത് അടി മേടിക്കാൻ നിൽക്കണ്ട. കാരണം VD സതീശൻ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ BJPയുടെ നേതാക്കളെ കണ്ടു, ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളെ കണ്ടു, പരസ്യമായിട്ട് കണ്ടു. ഇതിൽ കൂടുതൽ എന്തിനാണ് BJPയുടെ നേതാക്കളെ കാണുന്നത് ഒരു അപരാധമാണെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞാൽ ഒരു കാലത്ത് വലിയ വിലയും മാധ്യമങ്ങളുടെ വലിയ സപ്പോർട്ടും ഉണ്ട്. ഇപ്പോൾ ആ വിലയൊക്കെ പോയി. കാരണം BJP
പിക്ക് അത്യാവശ്യം എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിയമസഭയിൽ ഉൾപ്പെടെയുള്ള MLA-മാരുടെ പ്രകടനത്തിലൂടെ അവർ കാണിച്ചു തന്നു. അവർക്ക് കുറച്ച് സമയം കിട്ടുന്നുള്ളെങ്കിലും ആ സമയത്ത് എങ്ങനെയാണ് ഒരു പ്രതിപക്ഷത്തിന്റെ കടമ നിർവഹിക്കേണ്ടതെന്ന് അവർ കാണിച്ചു കൊടുത്തു. ഒടുവിൽ ഗതി കെട്ടിട്ട് ബാലഗോപാലിനൊക്കെ പിണറായി ഒന്ന് എഴുന്നേറ്റ് പറ എന്നൊക്കെ പറയേണ്ട അവസ്ഥ. എത്ര നേരമായി എന്നൊക്കെ പറയുന്നത് പറയുന്നല്ല, എണീച്ച് പറയണോ? വായും തുറന്ന് വെച്ചോണ്ടങ്ങ് ഇരിക്കുകയാണ്. ആ ഭാഷയൊക്കെ BN ബാലഗോപാലിന്റെ പുള്ളി ഗതികെട്ട് പറയാണ്. എന്ത് കേട്ടോണ്ടിരിക്കണം? കുറെ നേരമായാലും വായും തുറന്നല്ല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് RSSനെ BJP ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് റിയാസ് വന്നാൽ VD സതീശൻ പറയും അതെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടാണ്, നാളെ ഞങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് നിൽക്കും. ആ ഒരു മറുപടിയും കൂടെ കേൾക്കാനുള്ള ഗതികേട് റിയാസിന് ഉണ്ടാകാതിരിക്കട്ടെ അല്ലെ? ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലല്ലേ റിയാസേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.